മനസ്സിൽ ആത്മവിശ്വാസമുള്ളവരായിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ബോഡി ലാംഗ്വേജിലും അപ്പിയറൻസിലും എപ്പോഴും ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങളെ കേൾക്കുന്നവർക്കും നിങ്ങളെ ചുറ്റുമുള്ളവർക്കും നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്ന് ബോധ്യമാവുകയുള്ളൂ. എപ്പോഴും നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നത് മാത്രമല്ല ബോഡി ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ലൊരു ബോഡി പോസ്റ്റർ കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. തല ഉയർത്തി നിവർന്നു നിന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് അറിവുണ്ട് എന്നുള്ളത് നിങ്ങളെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുക. ചെറു പുഞ്ചിരിയോടുകൂടി കൈകൾ ഓപ്പണാക്കി അമിതമായ ആംഗ്യങ്ങൾ ഒഴിവാക്കി വേണം സംസാരിക്കാൻ. വാക്കുകളില്ലാതെ മറ്റുള്ളവരോട് സ്ട്രോങ് ആയിട്ട് സംവദിക്കാനുള്ള മാർഗ്ഗമാണ് ബോഡി ലാംഗ്വേജ്. നല്ല ബോഡി ലാംഗ്വേജ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ 65% നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അതായത് ബോഡിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. സോ ബോഡി ലാംഗ്വേജിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ കമ്മ്യൂണിക്കേഷനിൽ ബോഡി ലാംഗ്വേജിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്.